ഹലോ ഫ്രണ്ട്സ്, ഈ നാടൻ ഏത്തപ്പഴം ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരാണുള്ളത്? നമ്മളൊരു കടയിൽ ഏത്തപ്പഴം വാങ്ങിക്കാൻ ചെല്ലുകയാണെങ്കിൽ അവിടെ ആദ്യം നാടൻ ഏത്തപ്പഴം ഉണ്ടോ എന്ന് തിരക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഉണ്ടെങ്കിൽ അതേ നമ്മൾ വാങ്ങിക്കുകയുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു പഴമാണ് നാടൻ ഏത്തപ്പഴം. അതായത് ജൈവ വളമിട്ട് മാത്രം ഉണ്ടാക്കുന്ന നമ്മുടെ നല്ല നാടൻ പഴം. ഒരു 2 വാഴ എങ്കിലും നമ്മുടെ പുരയിടത്തിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കാത്തവരാരും തന്നെ ഇല്ല. നമ്മളൊരു ചെറിയ ശ്രമം നടത്തിയാൽ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒത്തിരി പോഷക ഗുണങ്ങളുള്ള ഈ നാടൻ ഏത്തപ്പഴം നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ ഭാരമില്ല. 9 മാസമാകുമ്പം ഏത്തവാഴ കൊലയ്ക്കും. ഒരു 3 മാസം കഴിഞ്ഞാൽ ആ കൊല വെട്ടാം. നമ്മൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ഏത്തവാഴ നടുന്ന ഒരു രീതി, നമ്മൾ വിത്ത് മേടിച്ച് അത് നടുന്നത് അല്ലെങ്കിൽ ആ നടുന്ന ഓരോ സ്റ്റേജും എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുകയാണ്. ദയവായി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വാഴ വിത്താണ്. അതിന് ഒരുപാട് വേരുകളുണ്ടാവും. ആ വേരുകൾ മുഴുവൻ നമ്മൾ മുറിച്ച് കളഞ്ഞ് ഈ വിത്തിനെ ഒന്ന് ഒരുക്കി ഇത് കണ്ടോ ഇതുപോലെ. എന്നിട്ട് അതിനെ നമ്മൾ ചാണക വെള്ളത്തിൻ്റെ അകത്ത് മുക്കി ഒരു ദിവസം വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നടാനായിട്ട് ഇത് കണ്ടോ ഇതുപോലെ 1 അടി താഴ്ചയിൽ നമ്മൾ കുഴിയെടുക്കുന്നു. ആ കുഴിയിലേക്ക് ഒരല്പം കുമ്മായം തൂളിയിടുക. അതിനുശേഷം നമ്മൾ ആ ഒരുക്കിയ വാഴവിത്ത് നമ്മൾ ഈ കുഴിക്കകത്തേക്ക് നടുന്നു. അതിങ്ങനെ ചായച്ച് നമുക്ക് ആ വിത്ത് അതിനകത്ത് കുഴിയിൽ വെക്കാം, അല്ലെങ്കിൽ നിവർത്ത് വേണമെങ്കിലും വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം ചാരം നമ്മൾ തൂളുന്നു. ആ ചാരത്തിൻ്റെ കൂടെ നമ്മൾ ഒരല്പം വേപ്പും പിണ്ണാക്കും കൂടെ നമ്മൾ തൂളി കൊടുക്കുന്നു. അതായത് ഈ കീടങ്ങളുടെയും അങ്ങനെ കേടൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാരവും വേപ്പും പിണ്ണാക്കും തൂളുന്നത്. അതിനുശേഷം നമ്മൾ മണ്ണിട്ട് മൂടി നല്ലപോലെ ചവിട്ടി ഉറപ്പിക്കണം. അങ്ങനെ ചവിട്ടി ഉറപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ വാഴ വലുതാവുമ്പോൾ മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ വാഴയ്ക്ക് 1 മാസമായി. ആ വാഴ എല്ലാം കിളുത്ത് അതിൻ്റെ കൂമ്പ് വിരിഞ്ഞ് 2 കൈ വിരിഞ്ഞിട്ടുണ്ട്. നോക്കി, ഇനി നമ്മളത് ചെയ്യുന്ന ഇതിന് വളമിടാൻ പോവുകയാണ്. 1 മാസം ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ വളം കൊടുക്കണം. ഈ വാഴ ചുറ്റും ഒരു തടവെടുക്കണം. അതിൻ്റെ ചോട്ടിൽ നിന്ന് ഏകദേശം ഒരു 1 അടി മാറി വട്ടത്തിൽ നോക്കി ഇതുപോലെ നമ്മൾ തടവെടുത്തിരിക്കുക. അതിൻ്റെ ചുവടിലെ മണ്ണ് ഒട്ടും ഇളകരുത്. കാരണം അതിൻ്റെ വേരിളകിയാൽ വാഴയ്ക്ക് ഡാമേജ് വരും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ തടവെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ചുറ്റിലും ഈ തടവെടുത്തിട്ട് ആ ഉണങ്ങിയ ചാണകപ്പൊടിയും അതോടൊപ്പം ഒരല്പം എല്ലുപൊടി കൂടെ നമ്മൾ തൂളി കൊടുക്കുന്നു. ഇങ്ങനെ ഇത് കണ്ടോ, നല്ല ഉണങ്ങിയ ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി ഇങ്ങനെ തൂളി കൊടുത്തിട്ട് അത് നമ്മൾ ആ മണ്ണ് വലിച്ച് സാവകാശം ആ മണ്ണിട്ട് മൂടുകയാണ്. അപ്പോൾ ആ മണ്ണിട്ട് മൂടുമ്പം നമ്മൾ കുറച്ച് മണ്ണിട്ട് മൂടിയാൽ മതി. ബാക്കി ആ തടത്തിൻ്റെ ചുറ്റും നമ്മൾ ആ മണ്ണ് ബൗണ്ടറി അതുപോലെ തന്നെ പൊങ്ങി നിൽക്കണം. കാരണം മഴ പെയ്യുമ്പം ആ വളം ഒലിച്ചു പോകാതിരിക്കേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പം കംപ്ലീറ്റ് മൂടിക്കഴിഞ്ഞു. ആ തടത്തിൻ്റെ എഡ്ജ് അതുപോലെ തന്നെ പൊങ്ങി നിൽപ്പുണ്ട്. വെള്ളം വീണാലും അത് ഒഴുകി പോകത്തില്ല, വളം അതിൻ്റെ അകത്ത് തന്നെ കിടന്നോളും. ഇനി നമ്മൾ ഈ മൂടിക്കഴിഞ്ഞിട്ടൊരു അല്പം പച്ചില വളം അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വെട്ടിയിടുക. അതായത് മഴ പെയ്താൽ ഇത് ഒലിച്ചു പോകാതെ, വേനലേൽക്കാതെ. ഇത്രയേ ഉള്ളൂ വാഴക്കൃഷി. എല്ലാ മാസവും നമ്മൾ വളം കൊടുക്കണം.